ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗ്രേറ്റ് ഈഗിൾ ടെക്കിന്റെ മല്ലു മാർക്കറ്റ് പ്രൊഫൈൽ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ മാർക്കറ്റ് ഇന്നൊരു ഓപ്പൺ ചെയ്തത് പ്ലസിലാണ്. നമ്മളെ നിഫ്റ്റി പറയുകയാണെങ്കിൽ നിഫ്റ്റി കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഒരു എവിടെയാണ് ഓപ്പൺ ചെയ്തത് നിങ്ങൾക്ക് അറിയാം. ഏകദേശം പറയുകയാണെങ്കിൽ 23,610 ആ 600ന്റെ ഭാഗത്തേക്ക് ഓപ്പൺ ചെയ്തതിനു ശേഷം നമ്മളെ ബെയറിഷ് റെഫറൻസ് പൊട്ടി ഫസ്റ്റ് ടാർഗറ്റും സെക്കൻഡ് ടാർഗറ്റും വന്നു. സെക്കൻഡ് ടാർഗറ്റും തിരിച്ച് വീണ്ടും കയറി ഫസ്റ്റ് ടാർഗറ്റും ബെയറിഷ് റെഫറൻസ് വന്നു. വീണ്ടും താഴേക്ക് ഇറങ്ങി ഫസ്റ്റ് ടാർഗറ്റും സെക്കൻഡ് ടാർഗറ്റും ഓൾമോസ്റ്റ് തേർഡ് ടാർഗറ്റും വന്നതിന് ശേഷം അവിടുന്ന് ഒരു കയറ്റം കയറിയത് ഇന്നലത്തെ പി ഒ സിയുടെ ഭാഗത്തേക്കാണ് അവൻ പോയത്. അപ്പൊ ആ പോയതിനു ശേഷം വീണ്ടും ഒരു ബെയറിഷ് റെഫറൻസിന്റെ ഭാഗത്തേക്ക് പോയി. നമ്മുടെ ഈ ലെവലിൽ നിങ്ങൾ മാർക്ക് ചെയ്ത് വെക്കുന്നത് നിങ്ങളെ ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞാൽ അതിനകത്ത് കിടന്ന് 5 മിനിറ്റ്സ് ക്യാൻഡിൽ കളിക്കുമ്പോൾ നിങ്ങൾക്ക് അത് ഫോളോ ചെയ്യാം. നിങ്ങൾ അത് ഫോളോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് ട്രേഡ് ചെയ്യാനുള്ള ഒരു പാറ്റേൺ നിങ്ങൾക്ക് കിട്ടും. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ലെവൽസ് നിങ്ങൾക്ക് വ്യക്തമായിട്ട് മാർക്ക് ചെയ്തിരിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ ട്രേഡ് നോക്കി എന്നെ സംബന്ധിച്ച് ട്രേഡ് എന്ന് പറഞ്ഞാൽ ഒരു ബെയറിഷ് റെഫറൻസിന്റെ ട്രേഡ് എനിക്ക് ക്യാരി ഉണ്ടായിരുന്നു നിഫ്റ്റിയിൽ. അതിന്റെ പ്രോഫിറ്റ് ഞാൻ ബുക്ക് ചെയ്തു. അതാണ് ആ ഒരു ട്രേഡ് മാത്രം ചെയ്തു. ഇൻട്രാഡേ ഒരു ട്രേഡ് എടുത്തു. ആ ട്രേഡ് എനിക്ക് 31 പോയിന്റ് നഷ്ടത്തിൽ വന്നു. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇന്നലെ കിട്ടിയത് ഇന്ന് പോയി. സീറോയിലാണ് ഞാൻ ഇന്ന് അവസാനിച്ചത്. ട്രേഡ് നോക്കുമ്പോൾ സീറോയിലാണ് അവസാനിച്ചത്. ഇന്നലത്തെ കിട്ടിയത് ഇന്നത്തെ ഇൻട്രാഡേയിൽ പോയി കിട്ടി. സോ എന്നിരുന്നാൽ കൂടി ആസ് എ ഇൻട്രാഡേ ട്രേഡർ എന്ന നിലയിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് പറയണമെങ്കിൽ ഒരു ട്രേഡ് ഇവിടെ കിട്ടി, സെക്കൻഡ് ട്രേഡ് ഇവിടെ കിട്ടി. തിരിച്ചുള്ള കയറ്റം നിങ്ങൾ എടുക്കണ്ട. ബട്ട് യു ഗോട്ട് 2 ട്രേഡ്സ് ടുഡേ. നിഫ്റ്റി തന്നെ 2 കിടിലൻ ട്രേഡ് കിട്ടി. ബാങ്ക് നിഫ്റ്റിയിൽ പറയത്തക്ക ഒരു കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അവൻ കൃത്യമായിട്ട് പറയണമെങ്കിൽ ബുള്ളിഷിനും ബേറിഷിനും ഇടയ്ക്ക് തന്നെ കിടന്ന് കളിച്ചു. ഈ പി ഒ സിയിൽ അരക്ക് നമ്മൾ ചക്കയുടെ അരക്ക് ഒട്ടി പിടിച്ച പോലത്തെ ഈ പി ഒ സിയുടെ ഭാഗത്ത് കിടന്ന് കളിക്കുകയായിരുന്നു. ചുരുക്കി പറഞ്ഞൊരു ഫ്ലാറ്റ് ക്ലോസിംഗ് ആയിരുന്നു ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച്. അത് സ്പോട്ട് ഒരു 184 പോയിന്റോളം കയറിയിട്ടുണ്ടായിരുന്നു. ഫ്യൂച്ചർ ഒന്ന് 132 പോയിന്റ് മൈനസിലായിരുന്നു പ്ലസിൽ ക്ലോസ് ചെയ്തു. നിഫ്റ്റിയെ സംബന്ധിച്ച് സ്പോട്ട് 78 പോയിന്റ് പ്ലസ് മൈനസിലും ഫ്യൂച്ചർ വന്ന് 87 പോയിന്റ് മൈനസിലാണ് നമ്മൾ 23,517 ഭാഗത്താണ് അത് ക്ലോസ് ചെയ്തിരിക്കുന്നത്. നമ്മളെ നിഫ്റ്റി ഈ പറയുന്ന ആകുന്ന സമയത്ത് ഏകദേശം പറഞ്ഞ 120 പോയിന്റോളം മൈനസിലായി 487 ഭാഗത്ത് നിൽക്കണം. ചുരുക്കി പറഞ്ഞാൽ നിഫ്റ്റി ഒരു മൈനസ് നിൽക്കുന്നു. നാസ്ഡാക്ക് ഒരു ഡൗ ജോൺസ് ഒരു ഫ്ലാറ്റ് ആണ്. S&P ഒരു ഫ്ലാറ്റ് ആണ്. നാസ്ഡാക്ക് ഒരു ഫ്ലാറ്റ് എന്ന രീതിയിലാണ് ഇപ്പൊ അമേരിക്ക മാർക്കറ്റിൽ നടന്നു പോകുന്നത്. കാരണം നമ്മുടെ അമേരിക്ക മാർക്കറ്റിൽ 6 മണിക്ക് പകരം 7 മണിക്ക് ശേഷമാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത്. അറിയാലോ, നമ്മൾ ഡേ ലൈറ്റ് സേവിങ്ങും ഇപ്പൊ വിന്റർ സീസൺ ഒക്കെ ആകുമ്പോൾ 6 മണിക്ക് വരെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യണം. 7 മണിക്കാണ് 7 മണിക്കാണ് ഈ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത്. സോ അതുകൊണ്ട് നിങ്ങൾ സ്പോട്ട് ഇപ്പൊ ഓപ്പൺ ചെയ്ത് തുടങ്ങിയിട്ടില്ല. 7 മണി ആവാറാകുന്നത്. സ്പോട്ട് മാർക്കറ്റ് ഓപ്പൺ ആയി തുടങ്ങിയിട്ടില്ല. നാസ്ഡാക്ക് ഓപ്പൺ ആയിട്ടില്ല. ഡൗ ജോൺസ് സ്പോട്ട് ഇപ്പോഴാണ് ഓപ്പൺ ആയിട്ടില്ല. ഡൗ ജോൺസ് സ്പോട്ട് ഓപ്പൺ ആയിട്ടില്ല. അതേപോലെയാണ് ഏതാണ് S&Pയുടെ റേറ്റ് മാറുന്നു. ഡൗ ജോൺസിന്റെ ഒക്കെ റേറ്റ് മാറാൻ അപ്ഡേഷൻ വരാത്തതുകൊണ്ടായിരിക്കും മാറാറ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ മാർക്കറ്റ് ഒക്കെ ഫ്ലാറ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പം ഈ നിഫ്റ്റിയുടെ ഒരു ഡൗൺവേർഡ് മൂവ് എന്ന് പറഞ്ഞാൽ ചുരുക്കി പറഞ്ഞ നാളെ ഗ്യാപ് ഡൗൺ വരണമെന്നൊന്നും ഇല്ല. ഞാൻ ഇന്ന് ഗ്യാപ് ഡൗൺ പ്രതീക്ഷ അത് വന്നില്ല. അപ്പൊ ചുരുക്കി മാർക്കറ്റ് നല്ലൊരു ഫ്ലാറ്റ് മൂഡിൽ പോവുകയാണ്. അപ്പൊ നമുക്ക് നോക്കേണ്ടത് മാർക്കറ്റ് പ്രൊഫൈൽ പ്രകാരം എങ്ങനെയാണെന്ന് മാർക്കറ്റിന്റെ ഓപ്പണിങ്ങും ക്ലോസിംഗും എങ്ങനെയാണ്, നാളത്തെ ലെവൽസ് ഒക്കെ നമുക്ക് നോക്കിയിട്ട് അത് വ്യക്തമായി നമുക്ക് ചാർട്ടിലേക്ക് മാർക്ക് ചെയ്ത് വെക്കാം. ഇപ്പൊ നിഫ്റ്റിയെ സംബന്ധിച്ച് നിഫ്റ്റി ഇന്ന് ഒരു ന്യൂട്രൽ ഡേ ആണ്. അതായത് ഫസ്റ്റ് ഹാഫിലെ ഡി പീരീഡ് സമയത്ത് ഒരു എക്സഷൻ താഴേക്ക് വന്നു. ഐ ബി എക്സഷൻ താഴേക്ക് വന്നതിന് ശേഷം അതേസമയം ജി പീരീഡിൽ അത് ഐ ബി എക്സഷൻ മുകളോട് നിന്ന് ചുരുക്കി പറഞ്ഞാൽ കൊണ്ട് പി ഒ സിയുടെ ഭാഗത്ത് ക്ലോസ് ചെയ്തു. 23,500 എന്ന് പറഞ്ഞ പി ഒ സിയുടെ ഭാഗത്താണ് അവൻ ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പം നിഫ്റ്റിയെ സംബന്ധിച്ച് ഓപ്പൺ ഓപ്ഷൻ ഔട്ട് ഇൻ ദ OAIR ആണ്. ഓപ്പൺ ഓപ്ഷൻ ഇൻ ദ റേഞ്ച് ആണ്. ഡേ ടൈപ്പ് ഒന്ന് ന്യൂട്രൽ ഡേ ആണ് ഇന്നത്. ഇപ്പൊ രണ്ട് സൈഡിലും ചെറിയൊരു ഒരു എക്സഷൻ ഉണ്ട്. ചുരുക്കി പറഞ്ഞ ന്യൂട്രൽ ഡേ ആണ്. നമ്മുടെ പി ഒ സി വന്നിരിക്കുന്നത് 23,520 ഭാഗത്താണ്. അപ്പൊ നമുക്ക് നോക്കേണ്ടത് നമ്മളെ പി ഒ സി അങ്ങ് മാർക്ക് ചെയ്ത് വെക്കുക. സോ എന്താണ് നമ്മളെ പി ഒ സി 23,520 ഭാഗത്താണ് നമ്മളെ പി ഒ സി കിടക്കുന്നത്. അപ്പൊ ഞാനിത് വ്യക്തമായി നിങ്ങൾക്ക് ഞാൻ മാർക്ക് ചെയ്ത് വെക്കുക 23,520. സോ 23,520 ആണ് നമ്മളെ പി ഒ സി. അത് നിങ്ങൾ വ്യക്തമായി നിങ്ങൾ മാർക്ക് വെച്ച് വയ്ക്കുക. നമുക്ക് കുറച്ചും കൂടെ ഗുണം കിട്ടി. 23,520 എന്ന് പറഞ്ഞ പി ഒ സി വെച്ചിട്ടുണ്ട്. ആ പി ഒ സിയുടെ ഇനി നമുക്ക് നോക്കേണ്ടത് അപ്പറായ ബുള്ളിഷ് റെഫറൻസും ഡൗൺവേർഡ്. ഇപ്പോഴും ഞാൻ പറയാണ് ഇന്നത്തെ 23,385 താഴെ മാത്രമേ ഞാൻ ഇത് സെല്ല് ചെയ്യാൻ കുറിച്ച് ഉദ്ദേശിക്കുന്നു. അപ്പൊ 23,385 23,390 എന്ന് പറഞ്ഞ അതാണ് നമ്മളെ സംബന്ധിച്ചുള്ള ബെയറിഷ് റെഫറൻസ്. എത്രയാണ് ബെയറിഷ് റെഫറൻസ്? 23,390 താഴെ മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോ ബുള്ളിഷ് റെഫറൻസ് എന്താണ്?
ബുള്ളിഷ് റെഫറൻസ് എന്ന് പറയുമ്പോൾ 23,613 എന്ന് പറഞ്ഞാൽ ഈ പി ഒ സി, 614 എന്ന് പറഞ്ഞാൽ ഈ പി ഒ സി, 23,614. ആ 23,000 ബുള്ളിഷ് റെഫറൻസ് എന്ന് പറയുമ്പോൾ 23,614. ഇത് നമ്മൾ വ്യക്തമായിട്ട് മാർക്കറ്റ് മാറ്റി വയ്ക്കുക. സോ മാർക്കറ്റ് ഇതിനകത്ത് കിടന്ന് കളിക്കുമെങ്കിൽ ഞാൻ ഈ പറഞ്ഞ വീഡിയോയുടെ ഫസ്റ്റ് തംബ്നെയിലിൽ കണ്ട മാർക്കറ്റ് റേഞ്ച് ആകുമോ എന്ന ചോദ്യത്തിന്റെ ആൻസർ ആണ് ഈ കിടക്കുന്നത്. മാർക്കറ്റ് ഒന്നുകിൽ 23,390ക്കും 23,614 ഇടയ്ക്ക് കടന്ന് കളിക്കാനുള്ള ചാൻസ് ആണ് ഞാൻ കാണുന്നത്. അതിന് മുകളിൽ ബ്രേക്ക് വരണോ അല്ലെങ്കിൽ മുമ്പിൽ വരാം. സോ ഇനി നമുക്ക് നോക്കേണ്ടത് താഴേക്ക് എത്രയാണ്. സോ നിഫ്റ്റിയെ സംബന്ധിച്ച് 23,390 താഴെ നിൽക്കുന്നത്തോളം കാലം 23,296 എത്രയാണ്, 23,299 നമ്മളെ സംബന്ധിച്ചുള്ള S1. എത്രയാണ് S1 എന്ന് പറഞ്ഞാൽ 23,299. S2 എന്ന് പറയുമ്പോൾ അതിന് നേരെ താഴെ എന്താണ് ഈ പി ഒ സി ആയ 23,216, 23,216 S2. സോ ഓർത്തോളുക 23,216. അപ്പൊ ഇതാണ് എന്റെ സംബന്ധിച്ചുള്ള, ഞാൻ S1 S2 മാത്രം വരയ്ക്കുന്നത്. കാരണം നമ്മൾ റേഞ്ച് മാർക്കറ്റിൽ കുറയും തോറും S3ക്ക് മുകളിലോട്ട് പോകാനുള്ള ചാൻസ് കുറവാണ്. 390 പൊട്ടുകയാണെങ്കിൽ 299 താഴെയും അതിന് സസ്റ്റെയിൻ ചെയ്യുന്നു 216ലേക്ക് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇനി മുകളിലോട്ട് എന്താണ്, ഇനി മുകളിലോട്ട് പോകുന്ന സമയത്ത് നിഫ്റ്റിയെ സംബന്ധിച്ച് 614 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുമെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് 678. സോ എത്രയാണ് 678, 23,678 ആണ് നമ്മളെ സംബന്ധിച്ചുള്ള R1. അത് മാർക്ക് ചെയ്ത് വെച്ചല്ലോ. അതിനുശേഷം R2 എത്രയാണ്, R2 എന്ന് പറയുമ്പം 678 മുകളിൽ നിൽക്കുമ്പോൾ അടുത്ത R2 23,760, 760 പി ഒ സി, 23,700 R2 എത്രയാണ് 23,760. സോ ഇതാണ് എന്നെ സംബന്ധിച്ചുള്ള മാർക്കറ്റിലെ R1ഉം R2. ഞാൻ അത് ഇതിനകത്ത് മാർക്കറ്റ് ബാലൻസ് വരുന്നതിനപ്പുറത്തേക്ക് ഞാൻ പ്രതീക്ഷിക്കാത്തത് കൊണ്ട് മാത്രമാണ് R1ഉം R2ഉം S1 S2 മാത്രമേ ഞാൻ വരച്ച് കാണിക്കുന്നുള്ളൂ. മാർക്കറ്റ് മിക്കവാറും എനിക്ക് തോന്നുന്നു മാർക്കറ്റ് ഒരു ബാലൻസ് തരാനുള്ള ചാൻസ് ആണ് ഞാൻ കാണുന്നത്. അത് ചിലപ്പോൾ നാളെ വരാൻ പോകുന്ന ന്യൂസുകളും ബാക്കിയുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ മാർക്കറ്റിൽ മുമ്പിൽ വരാൻ പറ്റുള്ളൂ. ഇന്ന് ബാങ്കുകൾക്ക് ബാങ്കുകളിലെ അതർ ഇൻകം എന്ന് പറയുന്ന ഒരു പാർട്ടായ ഇൻഷുറൻസ് സെയിലിങ്ങിനെ കുറിച്ച് നിർമ്മല സീതാരാമൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ബാങ്കുകൾ നോക്കേണ്ടത് ബാങ്കിങ്ങിന്റെ കാര്യങ്ങൾ മാത്രമാണ് നോക്കേണ്ടത്, അല്ലാതെ ഈ ക്രോസ് പ്രോഡക്റ്റ് ആയ ഇൻഷുറൻസ് വിൽക്കുന്നതോ മിസ്സെല്ലിയനോ ചെയ്യാൻ പാടില്ല. അത് കോൺസെൻട്രേഷൻ കുറയ്ക്കണം, എന്നിട്ട് കോർ ബാങ്കിങ്ങിലേക്ക് ശ്രദ്ധ തിരിക്കണമെന്നാണ് നിർമ്മല സീതാരാമൻ പറഞ്ഞേക്കുന്നത്. അതൊരു ബാങ്കിങ്ങിന്റെ വന്നൊരു നെഗറ്റീവ് ന്യൂസ് ആണ്. സോ അത് ന്യൂസ് എങ്ങനെ വേണോ ഡൈലൂട്ട് ചെയ്ത് മാർക്കറ്റിലേക്ക് ബാധിക്കാം, അതെങ്ങനെയാണ് നാളെ വരവും നമുക്ക് നോക്കാം. സോ ഇതാണ് നമ്മുടെ നിഫ്റ്റിയുടെ ലെവല്. ഇനി നമുക്ക് നോക്കേണ്ടത് ബാങ്ക് നിഫ്റ്റിയുടെ ലെവല്. നിങ്ങൾ നോക്കുമ്പോൾ നമ്മളെ ബാങ്ക് നിഫ്റ്റി എന്ന് പറഞ്ഞാൽ കൃത്യമായി പറഞ്ഞാൽ ഇന്നത്തെയും പി ഒ മാർക്കറ്റ് ഒരു ഒരെണ്ണം മെർജ് ചെയ്തു. കാരണം പ്യുവർലി ഒരു നോർമൽ ഡേ ആയിരുന്നു ബാങ്ക് നിഫ്റ്റി. സോ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് 50,485നും 50,250 ഇടയ്ക്കാണ് ഈ ആശാൻ കിടന്ന് കളിക്കുന്നത്. ഇപ്പൊ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ 2 ദിവസം പി ഒ സി ആയ 50,405 ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ് കാര്യം. സോ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് നോക്കുമ്പോൾ 50,405 നമ്മുടെ ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ് ഏരിയ. അത് ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്നു. പി ഒ സി 50,405 നമ്മുടെ പി ഒ സി. അത് ഞാനത് മാർക്ക് ചെയ്ത് വെക്കാം. നമുക്ക് 2 ദിവസം ബാലൻസ് മാർക്കറ്റ് 2 ദിവസം ഒരേ റേഞ്ച് ആയതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തത്, ഞാൻ ഇതിനെ മെർജ് ചെയ്ത് വെച്ചത്. സോ 50,405 മുകളിൽ നിൽക്കുന്നത്. ഒരു കാര്യം നിങ്ങൾ ഇപ്പോഴും ഓർത്തോളൂ, 50,660 മുകളിൽ മാത്രമേ ബുള്ളിഷ് റെഫറൻസ്. അപ്പൊ 50,660 ബുള്ളിഷ് റെഫറൻസ് എന്ന് പറഞ്ഞാൽ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് 50,660. സോ 56,660 ആണ് ബുള്ളിഷ് റെഫറൻസ്. അത് ഞാൻ മറച്ചു വെച്ചു. ഇനി നമുക്ക് നോക്കേണ്ടത് ബെയറിഷ് റെഫറൻസ് പറഞ്ഞാൽ ഞാൻ ഇന്നലെ പറഞ്ഞു, കഴിഞ്ഞ വീക്കിന്റെ ലോ ആയ 50,062 ബെയറിഷ് റെഫറൻസ്. 50,060 എന്ന് പറഞ്ഞ 60. അത് 2 പോയിന്റ് നമുക്ക് മാറ്റിക്കാം. ബെയറിഷ് റെഫറൻസ് എന്ന് പറയുമ്പോൾ 50,060. ഇതാണ് നമ്മളെ സംബന്ധിച്ചുള്ള ഇമ്പോർട്ടന്റ് 2 കാര്യങ്ങൾ. ഇനി നോക്കേണ്ടത് 50,660 മുകളിൽ മാർക്കറ്റ് നിൽക്കുകയാണെങ്കിൽ എങ്ങോട്ട് പോവാം, ഫസ്റ്റ് ആകണം തന്നെ നമ്മളെ ഈ രീതിയിൽ ഏതാണ് ഈ പി ഒ സി ആയ 50,880. ഫസ്റ്റ് ടാർഗറ്റ് എത്രയാണ്, 50,880. R1 എന്ന് പറയുമ്പം 50,880. അതിന് മുകളിൽ അത് അടുത്ത എന്താണ് R2 എത്രയാണ്, R2 എന്ന് പറയുമ്പോൾ അടുത്ത എന്ത് വരും, R1 മുകളിൽ നിൽക്കുമ്പോൾ R2. അത് 50,880 മുകളിൽ നിൽക്കുമ്പോൾ അടുത്ത് വരാൻ പോണത് 51,100. സോ എത്ര, 51,100. 51,100. ഇതാണ് എന്നെ സംബന്ധിച്ചുള്ള R1ഉം R2ഉം. ഇത് ഓർത്തോളുക. സോ 51,880, അതിന് മുകളിൽ 51,100. ഇതിനകത്ത് കിടന്ന് കളിക്കാനേ മാർക്കറ്റ് ചാൻസ് ഉള്ളൂ. ഇനി താഴേക്ക് പോകുമ്പോൾ 50,060 താഴെ നിൽക്കുകയാണെങ്കിൽ
ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ച് ഓർത്തുകൊള്ളുക. ഏതാണ് ബാങ്ക് നിഫ്റ്റി ഫസ്റ്റ് ടാർഗറ്റ്? 49,923. ഫസ്റ്റ് ടാർഗറ്റ് S1 എന്ന് പറയുമ്പോൾ 49,923. ഇത് S1. അതിന് താഴെ അടുത്ത വരാൻ പോകുന്നത് എന്താണ്? അതിന് താഴെ 49,711. 49,711 S2. ഇവിടെ ഞാൻ S3 കൂടെ വരയ്ക്കും, കാരണം വേറെ ഒന്നുമില്ല, അടുത്തടുത്തായത് കൊണ്ട് ഒരു S3 കൂടെ ഞാൻ വരയ്ക്കും. എന്താണ് അടുത്ത S3 എന്ന് പറയുമ്പോൾ? അടുത്ത S3 എന്ന് പറയുമ്പോൾ 700 താഴെ നിൽക്കുമ്പോൾ അടുത്ത് വരാൻ പോണത് 49,514. 513, 49, 513, 49 S3 എന്ന് പറഞ്ഞാൽ 49,513. ഇതാണ് നമ്മുടെ താഴത്തേക്കുള്ള ടാർഗറ്റ്. ഞാൻ വ്യക്തമായി വരച്ച വേറെ കണ്ടിട്ടില്ല, നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ താഴോട്ട് വന്നാൽ അടുത്തടുത്ത് കിടക്കുന്നതാണ് S3 വരെ വരച്ചത്. മോളോട്ടാണെങ്കിൽ 660 മോള് 850, 850 54,100 പോകാനും ഇല്ല. ഇതിനകത്ത് ഈ മാർക്കറ്റ് ഇതിനകത്ത് കിടന്ന് കളിക്കുകയാണെങ്കിൽ തിരിച്ച് വീണ്ടും ബെയറിഷ് റെഫറൻസിനും ബുള്ളിഷ് റെഫറൻസിനുള്ള ഒരു ബാലൻസ് തരാനുള്ള ചാൻസ് ആണ് ഞാൻ ബാങ്ക് നിഫ്റ്റിയിൽ കാണുന്നത്. ചുരുക്കി പറഞ്ഞാൽ മാർക്കറ്റ് ഈ റേഞ്ചിൽ കിടന്ന് കളിക്കുകയാണെങ്കിൽ പ്യുവർലി ഒരു ബാലൻസിന്റെ ഒരു മോഡ് ഓഫ് ആക്ഷൻ വരികയും പ്രീമിയം മീറ്റിംഗ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. ഇന്ന് നമ്മൾ ഓപ്ഷൻ റൈറ്റേഴ്സിന് ബാങ്ക് നിഫ്റ്റിയുടെ പുട്ടും കോളും റൈറ്റ് ചെയ്യാൻ പറഞ്ഞു. അതിൽ ഏകദേശം പറഞ്ഞ 44 പോയിന്റോളം അവർക്ക് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ ഓപ്ഷൻ റൈറ്റിംഗ് ചെയ്യാത്തതുകൊണ്ടാണ് അത് ഞാൻ അതിനെക്കുറിച്ച് പറയാത്തത്. സോ മാർക്കറ്റ് ഈ ഒരു ബുള്ളിഷ് റെഫറൻസിനും ബെയറിഷ് റെഫറൻസിനും ഇടയ്ക്ക് നിന്ന് കളിക്കുകയാണെങ്കിൽ മാർക്കറ്റ് റേഞ്ചിൽ തന്നെ പോകാനുള്ള ചാൻസ് ആണ് ഞാൻ കാണുന്നത്. സോ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, ദയവ് ചെയ്ത് കമന്റ് ചെയ്യുക. നിങ്ങളുടെ ലൈക്കും കമന്റും ഉണ്ടെങ്കിൽ എനിക്ക് പുതിയ പുതിയ വീഡിയോസ് തരാൻ പറ്റുള്ളൂ. ഇനി മുതൽ എല്ലാ ദിവസവും കുറച്ച് കാര്യങ്ങൾ തിരക്കൊക്കെ ഉള്ളതൊക്കെ മാറി വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇനി മുതൽ ഒരാഴ്ചക്ക് 2-3 എഡ്യൂക്കേഷൻ ആയിട്ടുള്ള വീഡിയോസ് 5 മിനിറ്റിന്റെ അല്ലെങ്കിൽ 10 മിനിറ്റ് 2-3 എഡ്യൂക്കേഷൻ വീഡിയോസ് ഇനി മുതൽ നിങ്ങൾക്ക് ഞാൻ ഈ ചാനലിൽ തരുന്നതാണ്. നിങ്ങളത് കാണുക, കേൾക്കുക, പഠിക്കുക. സോ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. ഗുഡ് നൈറ്റ്, ടേക്ക് കെയർ, ബൈ ബൈ.